മാനന്തവാടി എം.എൽ.എ. ഒ.ആർ. കേളു മന്ത്രിസഭയിലേക്ക് വരുന്നു. CPM സംസ്ഥാന സമിതി അംഗം ഒ.ആർ. കേളു മന്ത്രിസഭയിലേക്ക്. SC/ST വകുപ്പ് കേളുവിന് ലഭിക്കുമെന്ന് വിവരങ്ങൾ വരുന്നു. മഹേഷ് ചന്ദ്രനോട് നമുക്കിപ്പോൾ മഹേഷെ പറയാം. സേതുലക്ഷ്മി, മാനന്തവാടി എം.എൽ.എയും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഒ.ആർ. കേളു മന്ത്രിയാകുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. CP സംസ്ഥാന സമിതി അംഗമായ ഒ.ആർ. കേളുവിനെ കെ രാധാകൃഷ്ണൻ പകരം മന്ത്രിയാക്കുവാൻ വേണ്ടി പാർട്ടി സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. പട്ടികജാതി പട്ടിക വർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കും ഒ.ആർ. കേളു. മന്ത്രിമാർ വകുപ്പുകളിലും ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പാർലമെന്ററി കാര്യ വകുപ്പ് MP രാജേഷിനായിരിക്കും ഇനി മുതൽ. ദേവസ്വം വകുപ്പ്, അത് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന ദേവസ്വം വകുപ്പ് സഹകരണ മന്ത്രിയായ VN വാസവന് കൈമാറാനും തീരുമാനമായിട്ടുണ്ട്. കെ രാധാകൃഷ്ണനായിരുന്നു നേരത്തെ ദേവസ്വത്തിൻ്റെയും ചുമതല വഹിച്ചിരുന്നത്. ഒ.ആർ. കേളുവിന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സേതു, ഇത് ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു മഹേഷ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ തന്നെ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒ.ആർ. കേളു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹം നേരത്തെ തന്നെ CPM-ന്റെ 2 തവണയായിട്ട് മാനന്തവാടി മണ്ഡലത്തിൽ പ്രതികരിക്കുന്ന നേതാവാണ്. വളരെയധികം സീനിയറായ ഒരു നേതാവ് കൂടിയാണ് ഒ.ആർ. കേളു. ആ ഒ.ആർ. കേളുവിനെ തന്നെ മന്ത്രിയാക്കാനുള്ള തീരുമാനമാണ് പാർട്ടി കൈക്കൊണ്ടിരിക്കുന്നത്. ഒ.ആർ. കേളു കെ രാധാകൃഷ്ണന് പകരം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പിൻ്റെ മന്ത്രിയായി ചുമതലയേൽക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പാർട്ടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വയനാട് ജില്ലയിൽ നിന്ന് CPM സംസ്ഥാന സമിതിയിലേക്ക് എത്തിയ ആദ്യ പട്ടികവർഗ നേതാവ് കൂടിയാണ് ഒ.ആർ. കേളു. പാർട്ടിയുടെ ആദിവാസി വിഭാഗം പോഷക സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റും കൂടിയാണ് അദ്ദേഹം. ഈ ഒ.ആർ. കേളുവിന്റെ പേരിനൊപ്പം തന്നെ മറ്റ് പേരുകൾ എന്തെങ്കിലും പരിഗണനയ്ക്ക് വന്നോ മഹേഷ്? അതോ ഈ ഒരു പേരിൽ തുടക്കം മുതൽ തന്നെ ഈ ഒരു പേര് തന്നെയായിരുന്നു പരിഗണനയ്ക്ക് എത്തിയിരുന്നത്? വയനാട് ജില്ലയിൽ നിന്നും മന്ത്രി ഇപ്പോൾ ഇല്ല, ഈ മന്ത്രിസഭയിൽ ഇല്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മന്ത്രിസ്ഥാനത്തേക്ക് ഒ.ആർ. കേളുവിനെ തിരഞ്ഞെടുക്കാൻ കാരണം. ഇക്കാര്യത്തിൽ മന്ത്രിസ്ഥാനത്തേക്ക് പല പേരുകളും ഉയർന്നു വന്നിരുന്നു. അത് ശാന്തകുമാരി, സച്ചിൻ ദേവ്, പിന്നെ ശ്രീനിജൻ അടക്കമുള്ളവരുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ശാന്തകുമാരി അല്ലെങ്കിൽ ഒ.ആർ. കേളു ഇവർ രണ്ടുപേരും ഒരാൾ മന്ത്രിയാകുമെന്ന് ഉറപ്പായിരുന്നു. കാരണം രണ്ടുപേരും വളരെ മുതിർന്ന നേതാക്കളാണ്, വളരെ പ്രാഗൽഭ്യം തെളിയിച്ച നേതാക്കളാണ്. സേതു സൂചിപ്പിച്ച പോലെ തന്നെ AKS-ന്റെ ആദിവാസി ക്ഷേമ സമിതിയുടെ നേതാവാണ് ഒ.ആർ. കേളു. അതുപോലൊരു നേതാവിനെ കേരളത്തിൽ മന്ത്രിയാക്കുവാനുള്ള തീരുമാനത്തിലേക്ക് CPM പോകുമ്പോൾ അത് CPM ഇത്തരത്തിൽ കാര്യങ്ങൾ തിരുത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. ഒ.ആർ. കേളുവിനെ പോലെ ഒരാളെ തഴഞ്ഞു നിർത്താതെ അദ്ദേഹത്തെ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അത്തരത്തിൽ വയനാടിന് പ്രാതിനിധ്യം നൽകുന്നു. ആദിവാസി ജനവിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രി വരാൻ പോകുന്നു. അത്തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒ.ആർ. കേളുവിൻ്റെ പേര് തന്നെയായിരുന്നു ആദ്യം മുതൽ ഈ ചർച്ചയിൽ മുൻതൂക്കം. ഈ മഹേഷ്, കെ രാധാകൃഷ്ണനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെ മറ്റൊരു തരത്തിലും ഒരു വിവാദങ്ങളിലും പെടാത്തൊരു നേതാവ്, ഒരു മന്ത്രിയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഇറങ്ങിപ്പോക്ക് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജി പോലും കേരളം ഏറെ ചർച്ച ചെയ്യുകയും ഏറെ അഭിമാനിക്കുകയും ഒക്കെ ചെയ്ത ഒരു മുഹൂർത്തമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരനായി ഒ.ആർ. കേളു വരുമ്പോൾ എത്രത്തോളമാണ് പ്രതീക്ഷ? പ്രത്യേകിച്ച് ഈ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം, അതുപോലെ ആദിവാസി ക്ഷേമ സമിതി സംസ്ഥാന അധ്യക്ഷനാണ്, ആദിവാസി അധികാർ രാഷ്ട്രീയ മഞ്ച് അഖിലേന്ത്യാ കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഒട്ടനവധി നിലകളിൽ പ്രവർത്തന പാരമ്പര്യമുള്ള അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ എത്രത്തോളമാണ് CPM-ന്റെ പ്രതീക്ഷ, സർക്കാരിന്റെ പ്രതീക്ഷ? അടിസ്ഥാന ജനവിഭാഗത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് CPM എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്ന ഒരു രീതിയായിരുന്നു. അതിൽ ചില പാളിച്ചകളും പിഴവുകളും ഉണ്ടായി പാർട്ടി അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന വിമർശനം നിലനിൽക്കുകയാണ്. ഇത്തരത്തിലേക്ക് ഈ മന്ത്രിസ്ഥാനം മന്ത്രിസ്ഥാനം മറ്റാർക്ക് വേണമെങ്കിലും കൊടുക്കാമായിരുന്നു, മറ്റു പുതിയ മന്ത്രിയെ കൊണ്ടുവരാമായിരുന്നു. RJD അടക്കമുള്ള പാർട്ടികൾ, പ്രത്യേകിച്ച് RJD തന്നെ അവരുടെ KP മോഹൻ എന്ന് പറയുന്ന പ്രതിനിധിയെ മന്ത്രിയാക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. കേരള കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് ത്യാഗം ചെയ്ത പോലെ വേണമെങ്കിൽ RJDക്ക് സീറ്റ് നൽകി ഇത്തരത്തിലേക്ക് മന്ത്രിസ്ഥാനം നൽകി പരിഹരിക്കാം, ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ CPM-ന് കഴിയുമായിരുന്നു. പക്ഷേ CPM-ന്റെ മന്ത്രിയാണ് ഒഴിഞ്ഞിരിക്കുന്നത്. കെ രാധാകൃഷ്ണന് പകരം അതുപോലെ അടിസ്ഥാന വർഗത്തെ പ്രതികരിക്കുന്ന മന്ത്രി തന്നെ കടന്നു വരികയാണ്. ജനങ്ങൾക്കിടയിൽ വളരെ സ്വാധീനമുള്ള ഒരു നേതാവാണ് ഒ.ആർ. കേളു. അതുപോലെയുള്ള ജനപ്രതിനിധികളുടെ നേതാക്കളാണ് പാർട്ടിക്ക് ഉണ്ടാകേണ്ടെന്ന ചിന്ത പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. എന്തായാലും ഒ.ആർ. കേളുവിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനം എല്ലാവരും സ്വാഗതം ചെയ്യുന്ന തീരുമാനമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരി മഹേഷ്, എന്താണെങ്കിലും പ്രതീക്ഷകൾ വാനോളമാണ്. കെ രാധാകൃഷ്ണന് പകരക്കാരനായി ഒ.ആർ. കേളു മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ മാനന്തവാടി മണ്ഡലത്തിൽ നിന്നുള്ള മുൻ മന്ത്രി PK ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിയാണ് ഒ.ആർ. കേളു ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. മാത്രമല്ല, നമ്മൾ പറഞ്ഞതുപോലെ CPM സംസ്ഥാന സമിതിയിലെത്തുന്ന ആദ്യ പട്ടികവർഗക്കാരൻ കൂടിയാണ് ഒ.ആർ. കേളു.
പാർട്ടിയുടെ ആദിവാസി വിഭാഗം പോഷക സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അങ്ങനെ നിരവധി വിശേഷങ്ങൾ കൂടിയുള്ള ഒരു മന്ത്രി ആയി മാറാൻ പോവുകയാണ് OR കേളു.